മണിയടിക്കും, നിർത്തുമ്പോഴും മണിയടിക്കും. നമ്മൾ ഈ കാണുന്ന പച്ചക്കറികൾ മുഴുവൻ നാട്ടുനന്മ ജൈവ കർഷക കൂട്ടായ്മയുടെ സൺഡേ മാർക്കറ്റിൽ വന്നാൽ അവൈലബിൾ ആണ്. ഈ കാഴ്ച എല്ലാ ഞായറാഴ്ചകളിൽ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കാരണം നാടൻ രീതിയിൽ ഉൽപ്പാദിപ്പിച്ച വിഭവങ്ങൾ മാത്രമേ ഇവിടെ കച്ചവടം ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ. അതിപ്പോൾ എള്ളുണ്ടയായിക്കോട്ടെ, അരിയുണ്ടയായിക്കോട്ടെ, അടയായിക്കോട്ടെ, ഇനി എന്ത് സാധനങ്ങൾ ഇവിടെ വിൽക്കണമെങ്കിൽ നാടൻ രീതിയിൽ ഉൽപ്പാദിപ്പിച്ച പ്രൊഡക്റ്റ് മാത്രമേ ഇവിടെ വിൽക്കാൻ പറ്റുകയുള്ളൂ. പച്ചക്കറികളുടെ കാര്യത്തിൽ ഇവിടെ 100% ഗുണമേന്മയുള്ള പച്ചക്കറികൾ മാത്രമേ മാർക്കറ്റിൽ വിൽക്കുവാൻ അനുവദിക്കുകയുള്ളൂ. മാർക്കറ്റിൽ അതിനായി ഒരു ടീം തന്നെയുണ്ട്. ഇവിടെ വിൽക്കാൻ വരുന്ന കർഷകരുടെ വീട്ടിൽ വിസിറ്റ് ചെയ്യുകയും എത്രത്തോളം നല്ല രീതിയിലാണ് കൃഷി ചെയ്യുന്നത്, ഏത് തരം വളമാണ് അവർ ഉപയോഗിക്കുന്നത്, അവരുടെ മണ്ണിൻ്റെ ഗുണമേന്മ എങ്ങനെയാണ്, അവരുടെ കൃഷി രീതി എങ്ങനെയാണ്, ഇതൊക്കെ പഠിച്ചതിന് ശേഷം മാത്രമേ മാർക്കറ്റിൽ കച്ചവടം ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ. ഈ കാണുന്ന കപ്പയുൾപ്പെടെ എല്ലാ പ്രൊഡക്റ്റുകളും അങ്ങനെ മാർക്കറ്റിൽ കൊണ്ടുവന്ന പ്രൊഡക്റ്റുകളാണ്. പാല്, സൈൻഡി പാലും കൂണുമായി വരും എല്ലാ ആഴ്ചകളിലും. കൈ നിറയെ സാധനങ്ങളുമായി വരും. ഇത് മുഴുവൻ വിറ്റ് തീർത്തതിന് ശേഷമേ അദ്ദേഹം പോകാറുള്ളൂ. അങ്ങനെ പല രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരാണ് ഇവിടെയുള്ളത്. നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച കസ്റ്റമേഴ്സാണ് നാട്ടുനന്മ ജൈവ കർഷക കൂട്ടായ്മയുടെ മാർക്കറ്റിൽ വരാറുള്ളൂ. നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് അവർ കച്ചവടം ചെയ്യിപ്പിക്കും. ഈ കാണുന്ന ചേട്ടനില്ലേ, മണിയടിച്ച് തുടങ്ങിയാലേ മാർക്കറ്റ് തുടങ്ങുകയുള്ളൂ. ഈ കാണുന്ന പ്രൊഡക്റ്റുകൾ ഹെയർ ഓയിൽ, ഹെന്ന, ഫേസ് പാക്ക്, ഫേസ് ക്രീം, ഇതൊക്കെ നാടൻ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുകളാണ്. ചെമ്പരത്തിത്താളി, ശംഖുപുഷ്പം, സ്ക്വാഷ്, സോപ്പ്, അച്ചാർ, വെളിച്ചെണ്ണ, തേൻ, അങ്ങനെ കാണുന്ന എല്ലാ പ്രൊഡക്റ്റുകളും നാടൻ രീതിയിൽ ഉൽപ്പാദിപ്പിച്ച പ്രൊഡക്റ്റുകൾ മാത്രമേ ഉള്ളൂ. മുട്ട പാക്ക് ചെയ്ത് വെച്ചേക്കുന്ന കാണുന്നത് ഓർഡർ ചെയ്ത കർഷകർക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ളതാണ്. കാണുന്ന പയർ, ഇതൊക്കെ കെട്ടിവെച്ചേക്കുന്നത്. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പച്ചക്കറികൾ ഭയാനകമായ വിഷാംശം അടങ്ങിയിട്ടുള്ള പച്ചക്കറികളാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ വീടിനടുത്തുള്ള മാർക്കറ്റിൽ നിന്നാണ് നമ്മൾ സാധാരണ പച്ചക്കറികൾ വാങ്ങുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാറുള്ളത്. പക്ഷേ കാക്കനാട് ജൈവ കർഷക കൂട്ടായ്മ 8 വർഷമായിട്ട് നല്ല നാടൻ പച്ചക്കറികളും ജൈവ കർഷകരെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു മാർക്കറ്റാണ് കാക്കനാട് ജൈവ കർഷക കൂട്ടായ്മ. അതിൻ്റെ സ്ഥാപകനാണ് ഹരിറാം. ഹരിയേട്ടാ, എങ്ങനെയാണ് ഈ മാർക്കറ്റിൻ്റെ നടത്തിപ്പും കാര്യങ്ങളും ഒന്ന് വിശദീകരിക്കുക? കഴിഞ്ഞ 8 വർഷമായിട്ട് ഇവിടെ കർഷകർ നേരിട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ കസ്റ്റമേഴ്സ് കൊണ്ടുവരുന്ന ഒരു മാർക്കറ്റാണ്. അപ്പോൾ ഇവിടെ കർഷകർ ഉപഭോക്താക്കൾ തമ്മിലുള്ള ഒരു അടുപ്പമാണ് ഇതിൻ്റെ ഒരു മുന്നിട്ട്. കാരണം ഇവിടെ വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ മാത്രമാണ് വിൽക്കാൻ വേണ്ടത്. ഇവിടെ വരുന്ന കർഷകരെ നമ്മൾ ആദ്യം പോയി കമ്മിറ്റി മെമ്പേഴ്സ് പോയി വെരിഫൈ ചെയ്യും. അവർ പച്ചക്കറികൾ ചെയ്യുന്നത് വിഷരഹിതമായിട്ടാണ് എന്നുള്ളത് ഉറപ്പുവരും. അങ്ങനെ വന്ന കർഷകരെ നമ്മൾ അവിടെ നിന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം ഇവിടെ ഉൾപ്പെടുത്തുന്നു. അങ്ങനെ ഉൾപ്പെടുത്തിയ കർഷകരിൽ നിന്നും ഇവിടെ വരുന്ന സമയത്ത് കർഷകർ നേരിട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ കസ്റ്റമേഴ്സിന് വിൽക്കുകയാണ്. ഇടനിലക്കാരില്ല, ചൂഷണങ്ങളില്ല. അപ്പോൾ നല്ല വില കർഷകർക്ക് നേരിട്ട് കിട്ടും. കസ്റ്റമേഴ്സ് 100% സാറ്റിസ്ഫൈഡ് ആണ്. അതിന് കാരണം വരുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ കർഷകരും അവരുമായിട്ടുള്ള ബോണ്ടിങ് നല്ല രസമാണ്. കാരണം എന്തെങ്കിലും ഒരു ഫോർ എക്സാമ്പിൾ ഒരു മുട്ട കേട് വന്നെങ്കിൽ അത് നേരിട്ട് കർഷകൻ സംഭവിക്കും. നിങ്ങൾക്ക് കടയിൽ നിന്ന് മുട്ട കേടുവന്ന ഒന്നും കഴിച്ചില്ല, അതുപോലെ ഒരു മത്തൻ്റെ എന്തെങ്കിലും കേട് പറ്റി വന്ന് പറഞ്ഞാൽ മാറ്റി കൊടുക്കും. അപ്പം അങ്ങനെയുള്ളൊരു ബന്ധം ഒരു ശരിക്കുള്ള കർഷകനും കസ്റ്റമേഴ്സും തമ്മിലൊരു ബന്ധമാണ് ഇതിന് നിലവിലെ ആശയം. ഏകദേശം 2000-ഓളം ആൾക്കാരാണ് വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് മെമ്പേഴ്സായിട്ട്. അപ്പോൾ ഇവർ വാട്സപ്പിലൂടെ ഈ കർഷകരും ഉപഭോക്താക്കളും തമ്മിൽ സംസാരം ഉണ്ടാവുകയും എന്തെങ്കിലും ഇതിനകത്ത് അനുഭവങ്ങൾ മോശം ഉണ്ടെങ്കിൽ അത് അവർ തന്നെ പറഞ്ഞ് ക്ലിയർ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. മാത്രമല്ല ഇവർ നേരിട്ട് ഇവിടെ വന്ന് കഴിയുമ്പോൾ രാവിലെ 8 മുതൽ 11 വരെയാണ് അവർ ചന്ത നടക്കുന്നത്. കർഷകരും കസ്റ്റമേഴ്സും നേരിട്ട് തമ്മിൽ സംസാരിക്കുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നു. നമ്മളെ അതുപോലെ എന്തെങ്കിലും കൂടുതൽ വലിയ പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ ഇടപെടുന്നു. പക്ഷേ അത് വേറൊരു രീതിയിൽ പോകാതെ അവർ തമ്മിൽ പറഞ്ഞ് സംസാരിച്ച് അതിനെ ക്ലോസ് ചെയ്ത് ആ രീതിയിലൊരു നല്ലൊരു സൗഹൃദത്തോടുള്ള ഒരു മാത്രമല്ല ഇടനിലക്കാരെ ചുരുക്കില്ലാത്തതുകൊണ്ട് തന്നെ കർഷകന് നല്ല പ്രോഫിറ്റ് കിട്ടും. കാരണം കടയിൽ കൊണ്ടുപോയി കൊടുക്കുന്നതിനെക്കാട്ടിലും നല്ല രീതിയിലുള്ള വില ഒരു കർഷകന് കിട്ടും. ഒപ്പം കസ്റ്റമർക്കും പുറത്തൊരു കടയിൽ പോയിട്ട് ഒരു ഓർഗാനിക് സാധനം വാങ്ങുന്നതിനേക്കാളും വില കുറച്ച് കൊടുക്കും. അപ്പോൾ രണ്ടുപേർക്ക് ഇത് മ്യൂച്വലി കാണും. പിന്നെ നമുക്കിതിന് കമ്മീഷൻ ബാക്കി വേണ്ടതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് കർഷകരും നല്ല ലാഭമാണ്, കസ്റ്റമേഴ്സും ലാഭമാണ്.
അപ്പോൾ അതുകൊണ്ടാണ് ഈ ചന്തയുടെ ഒരു വിജയം തന്നെ. ഇവിടെ എന്തൊക്കെ പച്ചക്കറികളാണ് അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്ക് നാടൻ പച്ചക്കറികൾ അവൈലബിൾ. കാരണം ഈ പറഞ്ഞ പോലെ ഇവിടെ വന്ന് ക്യാരറ്റോ ബീറ്റ്റൂട്ടോ അല്ലെങ്കിൽ ഉള്ളിയോ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടില്ല. കാരണം അതൊക്കെ വിഷമടിച്ച് വരുന്നുള്ളൂ. പിന്നെ ഇവിടെ ചെയ്യുന്ന ആൾക്കാർ ബീറ്റ്റൂട്ടും അതുപോലെ തന്നെ ക്യാരറ്റും ഉള്ളിയൊക്കെ ചെയ്യുന്ന കർഷകർ ഓർഗാനിക്കായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഭയങ്കര കുറച്ച് സാധനങ്ങളെല്ലാം കിട്ടുള്ളൂ. അത് അവർക്ക് പ്രൊഡക്ഷൻ കുറവാണ്. അപ്പോൾ അത് അവർക്ക് വിൽക്കാൻ മാത്രം വീട്ടിൽ പോലും അത് രസത്തിന് ചെയ്യുന്നത്, നോക്കാൻ വേണ്ടി ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഇവിടെ കൂടുതലായിട്ട് കിട്ടുന്നത് നമ്മൾ മെയിനായിട്ട് പഴങ്ങൾ, എല്ലാ തരത്തിലുള്ള പഴങ്ങളും കിട്ടും. അതുപോലെ തന്നെ പിന്നെ മത്തങ്ങ, കുമ്പളങ്ങ, ചേന അങ്ങനെതാണ്. പിന്നെ പപ്പായ, പാവയ്ക്ക, അതുപോലെ പിന്നെ കുക്കുംബർ, പിന്നെ പഴവർഗ്ഗങ്ങളായിട്ടുള്ള സ്റ്റാർ ഫ്രൂട്ട്, അതുപോലെ തന്നെ വീട്ടിലുണ്ടാവുന്ന അവക്കാഡോ അല്ലെങ്കിൽ പാഷൻ ഫ്രൂട്ട്, അങ്ങനെ സാധനങ്ങൾ, അങ്ങനെയുള്ള ഇതൊക്കെ. പിന്നെ കാന്താരി മുളക്, വെളിച്ചെണ്ണ, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തേങ്ങ, നമ്മൾ തന്നെ വെളിച്ചെണ്ണ, അത് മരച്ചക്കിലായിട്ടുള്ള വെളിച്ചെണ്ണ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ അരിപ്പൊടികൾ, മറ്റുള്ള ധാന്യപദാർത്ഥങ്ങളൊക്കെ എടുക്കും. അപ്പോൾ ഇവിടെയുള്ള ഗുണം എന്ന് വെച്ചാൽ മറ്റുള്ള സാധനങ്ങളിൽ നിങ്ങൾക്ക് അരിപ്പൊടി വാങ്ങിക്കുമ്പോൾ അതിൽ അരിപ്പൊടി അല്ലെങ്കിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിലൊക്കെ വിഷാംശം ഉണ്ടാവും. ഇവിടെ നമുക്ക് തിരിച്ചെടുക്കുന്നത് ഇവിടെ അരിപ്പൊടി, മുളക് പൊടിയൊക്കെ നമ്മളുടെ തന്നെ ഒരു കർഷകൻ ഇത് നമ്മളുടെ സോഴ്സ് ചെയ്ത് അത് കഴുകി ഉണക്കി കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഗുണമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അരി, നമുക്കിവിടെ അരി പലതരത്തിലുള്ള അരികൾ അതും നമ്മൾ ജൈവ രീതിയിലുള്ള തവിട് കളയാനും, തവിട് 50% നടന്നത് അല്ലെങ്കിൽ 20% തവിടുള്ളത്, അങ്ങനെ പല രീതിയിലുള്ള അരിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് എല്ലാം നൽകാൻ ഇവിടെ സാധിക്കില്ല. പക്ഷേ നമ്മളുടെ കയ്യിലുള്ള കർഷകരുടെ കയ്യിലുള്ള സാധനങ്ങൾ അത് വിഷമടിക്കാത്ത നല്ല രീതിയിലുള്ള കർഷകരുടെ സാധനങ്ങൾ ഉണ്ട്. അത് വിശ്വാസയോഗ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം. അത് നമ്മളെ കുട്ടികൾക്ക് നമുക്ക് ചെറിയ എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ 100 പ്രാവശ്യം ചെക്ക് ചെയ്ത് ഡേറ്റ് ചെക്ക് ചെയ്തൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ പച്ചക്കറികൾ കഴിവതും നാടൻ പച്ചക്കറികൾ വാങ്ങി, ഇപ്പം ഇവിടെ നിന്ന് തന്നെ വന്ന് വാങ്ങാൻ പറ്റാത്ത ആൾക്കാർ പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾ കഴിവതും വീട്ടിൽ തന്നെ കൃഷി ചെയ്യാൻ നോക്കുക, നാടൻ പച്ചക്കറികൾ മേടിച്ച് കൊടുക്കുക. പിന്നെ ഇപ്പം എന്താണ് അധികം നമ്മൾ ടെറസിൻ്റെ മുകളിലോ അവിടെ എവിടെയെങ്കിലും തന്നെ കൃഷി ചെയ്യുക. ആ ഒരു രീതി ആയാൽ തന്നെയാണ് നമുക്ക് ഈ എല്ലാ ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾ എല്ലായിടത്തും ഇപ്പോൾ കാണപ്പെടുന്നത്. കാരണം 3 വയസ്സ്, 2 വയസ്സ്, 1 വയസ്സുള്ള കുട്ടികൾക്ക്, ജനിച്ച് വീഴുന്ന കൊച്ചുങ്ങൾക്ക് പോലും ക്യാൻസറാണ് ഇന്നത്തെ കാലത്ത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മുക്തി നേടണമെങ്കിൽ നമ്മൾ കൃഷി ചെയ്യുകയും ഈ ഇതുപോലുള്ള പിന്നെ പ്രസ്ഥാനങ്ങളെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുക. കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കൊടുക്കണം. ഇവിടെ ക്ലാസ്സുകളും സംഘടിപ്പിക്കുന്നത്, ഇപ്പോൾ ഒരു ക്ലാസ്സുകളുള്ള സമയങ്ങൾ ഗ്രൂപ്പിലേക്ക് ഇടുന്നതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ ഞായറാഴ്ച ക്ലാസ്സുകൾ ഉണ്ടാകുമ്പോൾ ഒരു 11 മണി to 12 മണി വരെയൊക്കെ ഇവിടെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത ക്ലാസ് ഉണ്ടാകും. ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ എല്ലാവർക്കും ഫ്രീ ക്ലാസ്സാണ്. നമ്മളത് കൃഷി പ്രൊമോട്ട് ചെയ്യാനാണ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ നാട്ടുനന്മ എന്ന് പറഞ്ഞ ഈ കർഷകർക്കുണ്ടല്ലോ നമ്മൾ ചെയ്യുന്ന കാര്യം. അത് കൃഷി കർഷകന് മാത്രമുള്ളതല്ല, കൃഷി ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ഏതൊരാളും ഇപ്പോൾ ഇവിടെ വരുന്ന പല കസ്റ്റമേഴ്സും ഇവിടെ നിന്ന് സാധനം വാങ്ങിച്ച് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് എല്ലാ കർഷകരെയും കസ്റ്റമേഴ്സിനെയും ഒക്കെ കൊണ്ടുവരാൻ നമ്മുടെ. അല്ല, പണ്ടൊക്കെ നമ്മുടെ സ്കൂളിൽ എന്താണ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛൻ കൃഷിയാണെന്ന് പറയാറുണ്ട്. അപ്പോൾ കൃഷി ഇന്ന് ബിസിനസ് എന്നുള്ളൊരു സാധനം, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ വേറെ ജോലിയാണ്, ഇൻഫോ പാർക്കിലാണ്, അങ്ങനെയുള്ള ഡോക്ടറാണ്, എഞ്ചിനീയർ. ഇത് കൃഷിക്കാരൻ എന്ന് പറയുന്ന ഒരു കുറവാണ്. പലരും അവരുടെ മെയിൻ ജോബിനോടൊപ്പമാണ് ഈ കൃഷി ചെയ്യണം. അതായത് ഇപ്പോൾ ഇവിടെ ആർക്കിടെക്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്റീരിയർ ഡിസൈനേഴ്സ് ഉണ്ട്, മറ്റുള്ള ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, IT ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ജേർണലിസ്റ്റ് ഉണ്ട്, അങ്ങനെ പിന്നെ KSB റിട്ടയർ ചെയ്ത ആൾക്കാരുണ്ട്, പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇതൊരു പാഷനായിട്ട് ചെയ്തുകൊണ്ട് അവരുടെ കൂടെ കൃഷി ചെയ്യുന്ന ആൾക്കാർ, അതായത് കൃഷി മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവിടെ, കർഷകരായിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഒപ്പം മറ്റുള്ള ബിസിനസ് ചെയ്യുന്നാലും ഇതിനോടുള്ള പാഷൻ കൊണ്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതും ഇതിനോടൊപ്പം ചെയ്യാം, എല്ലാവർക്കും ചെയ്യാമെന്നുള്ളതാണ് കാണിച്ചത്. അപ്പോൾ അടുത്ത ആഴ്ച ഇവിടെ ഓണ പ്രോഗ്രാം ഉണ്ട്. എല്ലാവരെയും മാർക്കറ്റിലേക്ക് ഒരിക്കൽ സ്വാഗതം ചെയ്യുന്നത്. എല്ലാ ഞായറാഴ്ചയും രാവിലെ 8 മുതൽ 11 വരെയാണ്. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ശനിയാഴ്ചകൾ വൈകുന്നേരത്ത് തന്നെ ലിസ്റ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് ആ കർഷകരെ വിളിച്ച് ഫോൺ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ ഓർഡർ മാറ്റി വയ്ക്കും. ഓർഡർ ജിപേ ചെയ്ത് ബുക്ക് ചെയ്യാം. അപ്പോൾ ഒരു 11 മണിക്ക് ഉള്ളിൽ ഏതെങ്കിലും സമയത്ത് വന്ന് നിങ്ങൾക്ക് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകാം. 1000 കോഴിക്ക് അരക്കാടേന്ന് പണ്ട് ഏതോ ടീച്ചർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മുതിർന്ന ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മളീ കാണുന്ന ഫാഷൻ ഫ്രൂട്ടൊക്കെ 2 തരം ഫാഷൻ ഫ്രൂട്ട് ഉണ്ട്. പിന്നെ ഈ കാണുന്ന കൈപ്പക്ക, എനിക്കിത് വലിയ ഇഷ്ടമല്ല, പക്ഷേ എൻ്റെ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് കൈപ്പക്ക. നമ്മളീ കാണുന്ന ജനക്കൂട്ടം കാണില്ലേ, ഇവരൊക്കെ പച്ചക്കറികൾ വാങ്ങാൻ വേണ്ടി അത് രാവിലെ തന്നെ ചേർന്നിട്ടുണ്ട്. ഇതേ മുട്ടയൊക്കെ ഇവിടെ നേരത്തെ പറഞ്ഞ് എടുത്തു വെക്കുന്നതാണ്. 50% തവിട് കളഞ്ഞരി, പിന്നെ റംബൂട്ടാൻ,
റംബൂട്ടാനൊക്കെ ഇതാ വന്ന് അവരവർ സെലക്ട് ചെയ്ത് നമുക്ക് തൂക്കിയെടുക്കാം. തേങ്ങ, അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് തന്നെ എത്തിച്ചു തരാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഇവിടെ നേരത്തെ ഓർഡർ ചെയ്താൽ സാധനങ്ങൾ എത്തിച്ചു തരുന്നതുമായിരിക്കും. ആളുകൾ വന്ന് സെലക്ട് ചെയ്ത് അവരവരുടെ സഞ്ചികളിലാക്കി നല്ല രീതിയിൽ ഹാപ്പിയായി മാത്രമേ തിരിച്ചു പോകാറുള്ളൂ. ഈ ജനക്കൂട്ടമെന്ന് സാക്ഷി. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നത് കാക്കനാട് ജൈവ കർഷക കൂട്ടായ്മ, കാരണം കാക്കനാട് LP സ്കൂൾ എല്ലാ പഞ്ചായത്ത് LP സ്കൂൾ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 8 മണി മുതൽ 11 മണി വരെയാണ് മാർക്കറ്റിൻ്റെ സമയം.